നന്ദു, അവര് സെറ്റായി തോന്നുന്നു. ആരാ? ആനന്ദ് ബ്രോയും മരിയയും. ആരാ പറഞ്ഞേ? പറഞ്ഞതൊന്നുമല്ല, എൻ്റെ ഒരു ഗസ്സാ. നീ ശ്രദ്ധിച്ചോ, ഇന്ന് ക്യാൻറ്റീനിൽ ആനന്ദ് ബ്രോ ഇല്ലായിരുന്നു. നമ്മൾ പോരുന്നതിന് കുറച്ചു മുന്നേ മരിയുടെ കാറ് പോകുന്ന കണ്ടു. തൊട്ടുപുറകെ ആനന്ദ് ബ്രോയും. സംതിങ് ഫിഷി. ആണെങ്കിൽ നാളെ അറിയാലോ. അതെ. നീ ഇത്രയും വേഗം എത്തിയോ? കണ്ടിട്ടെല്ലാം നടന്ന ലക്ഷണം ഉണ്ടല്ലോ. ഓ, നീ കളിയാക്കൊന്നും വേണ്ട. അവൾക്ക് പ്രൂഫ് വേണം പോലും. പ്രൂഫോ? നിനക്കും പ്രൂഫോ? ആരാടാ അവള്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൾ ഒടുക്കാത്ത ജാടയാന്ന്. എനിക്കും അതാ ഇഷ്ടം. ഈ ശവം. ഇതാണ് പെണ്ണ്. നല്ല അസല് കാന്താരി മുളക്. തൊട്ടാ അറിയണം ഇനം വേറെയാണെന്ന്. അല്ലാതെ വെറുതെ ഒലിപ്പിച്ച് നടക്കുന്നവളമാരെ കാണുമ്പോഴേ ഉള്ള മൂടൊക്കെ പോവും. അത് ശരിയാ, നിനക്കും ചേരണമല്ലോ. ആ ദേവ, നീ വന്നോ? എന്തായി പോയ കാര്യം ഞാൻ പറയാം. അവള് കൊള്ളാലോ. അതെ, ഇവന് ചേരും. പക്ഷേ എനിക്കിഷ്ടം മീരക്കൊച്ചിനെയാ. എന്തൊക്കെ പറഞ്ഞാലും കാണാൻ നല്ല ചേർച്ചയാ ഇവര് തമ്മില്. ഇവരോ നല്ല ബെസ്റ്റ് പെയർ. കണ്ടാ കടിച്ചു കീറാൻ നിൽക്കുന്ന ഇവനും പേടിച്ച് നാട് വിടുന്ന അവളും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ലോകത്തൊന്നേ കാണും. പക്ഷെ നിനക്ക് ചേരും ജീവ. നന്ദു, എന്നാ പിന്നെ ഇന്ന് ഞാനും പോകുന്നില്ല. വേണ്ട അന്നു, പരീക്ഷയല്ലേ, നീ പൊക്കോ. ഇതിപ്പോ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. എനിക്ക് അല്ലെങ്കിലേ ബോറടിയാ. ഇനി നീ കൂടെ ഇല്ലെങ്കിൽ എങ്ങനെയാ? ഓർക്കാൻ വയ്യ. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. റെസ്റ്റ് എടുക്ക്. ശരി. ഹായ് അലീന. ഹായ് ബ്രോ. എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നേ? മീര എവിടെ? പനിയാ, വന്നില്ല. അത് ശരി, പനി പിടിച്ചോ? എന്നാ വാ, അവിടെ ഇരുന്ന് കഴിക്കാം. ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ട. വേണ്ട ബ്രോ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. എന്നാ ശരി, ഞാൻ പോവാ. ബൈ. ബൈ. അലീന, ചായ കുടിക്കുന്നില്ലേ? ഇല്ല ബ്രോ, ഇന്നൊരു മൂഡില്ല. മൂഡ് ഹോസ്റ്റലിൽ കുഴപ്പമുണ്ടല്ലേ? ഒരു മിനിറ്റ് നിക്കേ. ഓ, വേണ്ടായിരുന്നു. ഓഹോ, അതിനിതേ നിനക്കല്ല, മീരയ്ക്ക കൊടുക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കാവേ. ആനന്ദ്, നിക്ക്. എന്താ, എന്ത് പറ്റി? എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ തന്നെ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് കരുതി. ഓക്കെ, പറഞ്ഞു. എങ്ങനെയാ ഞാൻ പ്രൂവ് ചെയ്യണ്ടേ? താൻ പറയുന്നത് ഞാൻ ചെയ്യും. ഒരു ഗേളിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. നിന്റെ യൂഷ്വൽ 2 വീക്ക് മതി. റിയലി? ഇതാണോ നീ ആനന്ദ് ബോംബെക്ക് തരുന്ന ടാസ്ക്?
ഐ ക്യാൻ മേക്ക് ദാറ്റ് ഹാപ്പൻ വിത്തിൻ ദ നെക്സ്റ്റ് ഡേ. ഞാൻ കുറച്ച് ഹെവിയായി ഒന്നാ പ്രതീക്ഷിച്ചത്. അപ്പൊ ബി റെഡി. വെയിറ്റ്, ഞാൻ ആളെ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഗോ ഓൺ. മീര. വാട്ട്? മീര? ആർ യു സീരിയസ്? ഓഫ് കോഴ്സ്, ഹെൽ സീരിയസ്. ബട്ട് ഐ കാൺട്ട്. യു ക്യാൻ ചൂസ് സമൺ എൽസ്, നോട്ട് ഷീ. ഇങ്ങനെയാണോ നീ ഡെയർ ചെയ്യുന്നത്? ഫൈൻ. ശരിയാണ്, നീ ഇത് ചെയ്താൽ ഞാൻ സമ്മതിക്കും. നീ എനിക്കൊരു ഗെയിൻ ആണെന്ന്. നിനക്ക് ഒരു മാസം സ്റ്റഡി ലീവ് വരെ സമയമുണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോ ബി റെഡി ടു ബിക്കം മൈ ഗേൾ ഫ്രണ്ട്. ഫൈനലി. മരിയ, എന്തായി? അവനോട് പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ എന്റെ വഴിയിലെ ശല്യം ഒഴിവായി. നിനക്ക് ജീവിയാണ് ഇഷ്ടമെന്ന് ആനന്ദിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? അവൻ ഒഴിഞ്ഞു തരുമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അവൻ പോകും. പക്ഷെ മീര, ജീവിക്ക് അവളല്ലേ ഇഷ്ടം. ഇതിപ്പോ ആനന്ദ് നോക്കിയ പെണ്ണിനെ എന്തായാലും ജീവ നോക്കില്ല. ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയാലും കാശിന് വേണ്ടി ആനന്ദിന്റെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനെയും ജീവയ്ക്ക് ഇഷ്ടമല്ല. സോ ഇറ്റ്സ് മൈ ഗെയിം. മീര ആനന്ദിനെ ഇഷ്ടപ്പെടുവോ? അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് പെട്ടെന്ന് വീഴില്ല. അവന് ഇച്ചിരി വിയർക്കും. പക്ഷെ 2 ആഴ്ച മതി അവന്. കോസ് ഹീസ് ഫ്രീക്കിംഗ് ആനന്ദ് വർമ്മ. സോ നിന്റെ വഴി സ്മൂത്തായി. യെസ്. Oh God, I never expected it to be Meera. This is a freaking challenge. She's not even my type. And Jeeva. ഇനിയൊരു പക്ഷേ ജീവിക്ക് അവളോട് താല്പര്യമുണ്ടെങ്കിലോ? ഇന്നലത്തെ അവന്റെ ചിരിയൊക്കെ വെച്ച് നോക്കുമ്പോ ഓ ഗോഡ്, എന്താ ചെയ്യാ? വാട്ട് എവർ ഇറ്റ് ഈസ്, ജീവ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തോ. അതിന് എന്ത് തന്നെയായാലും. എത്രാമത്തെയാ ദേവാ? ഓ 3 മതി കള. എന്താ ദേവാ പറ, മരിയുടെ പ്രശ്നമാണോ? ഏയ് അല്ല, അവൾ എന്ത് ടാസ്കാ തന്നെ പ്രൂഫിന്? അത് ഒരു പെണ്ണിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. ഇതൊക്കെ നിനക്കൊരു ടാസ്ക് ആണോ? അല്ല അതൊക്കെ പോട്ടെ, ഏതാ പെണ്ണ്? ഗോഡ്, ഹൗ വിൽ ഐ ടെൽ ഹിം? അത് ഏതെങ്കിലും ഒരു പെണ്ണ്. ഓക്കെ. ജീവ, ഞാനൊരു കാര്യം ചോദിച്ചാ എനിക്കൊരു ഹോണസ്റ്റ് റിപ്ലൈ വേണം. നീ ചോദിക്കു ദേവ, നിനക്ക് മീര ഇഷ്ടമാണോ? അതെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ഐ മീൻ ലവ്.